Good morning everyone. Welcome back to MTM Campus Educational Channel. Today we discuss the topic of factors determining working capital requirements, that is external factors and hardcore working capital. In last class we already discussed the internal factors of determining working capital. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്. ഇനി പഠിക്കാനുള്ളത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സും ദെൻ അതിൻ്റെ കൂടെയായിട്ട് ഒരു സബ് ടോപ്പിക്കും കൂടി ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ. 2 ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റിലെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻറ്റേർണൽ ഫാക്ടേഴ്സും അതിൻ്റെ 10 പോയിൻറ്റ്സും പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഇനി പഠിക്കാനുള്ളത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൻ്റെ ഈ 6 പോയിൻറ്റ്സ് ആണ് ഇനി പഠിക്കാനുള്ളത്. ശ്രദ്ധിക്കുക, എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ 6 പോയിൻറ്റ്സ് ഉണ്ട്. സീസണൽ ഫ്ലക്ച്വേഷൻസ്, ബിസിനസ് സൈക്കിൾസ്, പ്രൈസ് ലെവൽ ചേഞ്ചസ്, ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, ടാക്സേഷൻ പോളിസി. ഇത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. നമ്മുടെ കമ്പനിയുടെ അകത്ത് നിന്നല്ല പുറത്ത് നിന്നുണ്ടാകുന്ന ഫാക്ടേഴ്സ് കൊണ്ട് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റലിൽ ഇൻക്രീസ് ചെയ്യിപ്പിക്കണോ അത് ഡിക്രീസ് ചെയ്യിപ്പിക്കണോ എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യേണ്ട ഫാക്ടേഴ്സ് ആണ് ഇത്. ഫസ്റ്റ് വൺ, സീസണൽ ഫ്ലക്ച്വേഷൻസ്. സീസണൽ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് നമ്മളുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാറുണ്ട്, ഡിക്രീസ് ചെയ്യാറുണ്ട്. അതിൻ്റെ കാരണങ്ങൾ നമുക്ക് നോക്കാം. സർട്ടൈൻ ഇൻഡസ്ട്രീസ് മാനുഫാക്ചർ ആൻഡ് സെൽ ഗുഡ്സ് ഓൺലി ഡ്യൂറിങ് സർട്ടൈൻ സീസൺസ്. നമ്മളുടെ ചില കമ്പനീസുകൾ അവരുടെ പ്രോഡക്റ്റുകൾ എന്താ പറയുക മാനുഫാക്ചർ ചെയ്യുന്നത് കൂടുതലായിട്ടും സർട്ടൈൻ സീസൺസിലാണ്. നിങ്ങൾക്ക് എക്സാമ്പിൾ അറിയാം, വൂളൻ ക്ലോത്ത്സുകൾ യൂസ് ചെയ്യുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് തണുപ്പ് സീസണിലാണ്. അതേപോലെ തന്നെ കൊട കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മഴക്കാലത്തേക്കാണ്. അതേപോലെ തന്നെ റെയിൻ കോട്ട് നമ്മൾ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മഴക്കാലത്തേക്കാണ്. ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾക്കൊക്കെ ആ സീസൺ വൈസാണ് അവർക്ക് കൂടുതലായിട്ടും വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരിക. സീസണലി വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലായിട്ട് ആവശ്യമുള്ളത് സീസണൽ ഫ്ലക്ച്വേഷൻസിനനുസരിച്ചാണ്. ആ സമയത്ത് അവർക്ക് പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടെങ്കിൽ അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലായിട്ട് ആവശ്യമായി വരും. Certain industries manufacture and sell goods only during certain seasons. ചില ഇൻഡസ്ട്രീസിന് അവരുടെ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നതും മാനുഫാക്ചർ ചെയ്യുന്നതും കൂടുതലായിട്ട് ഏത് സീസണിൽ സർട്ടൻ സീസണിൽ മാത്രമായിരിക്കും. സച്ച് കൺസേൺസ് റിക്വയർ ലാർജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഡ്യൂറിങ് ദറ്റ് സീസൺ. ആ സീസണിലാണ് ആ കമ്പനിക്ക് കൂടുതലായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരുന്നത്. സെക്കൻഡ് വൺ, ബിസിനസ് സൈക്കിൾ. ബിസിനസ് സൈക്കിൾ കൊണ്ടുണ്ടാകുന്ന വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ആവശ്യകത. ബിസിനസ് സൈക്കിള് നമുക്കറിയാം, ബൂമുണ്ട്, റിസഷൻ, ഡിപ്രഷൻ ആൻഡ് റിക്കവറി, അങ്ങനെ നമ്മളിങ്ങനെ പോകുന്ന ഒരു സൈക്കിളുണ്ട്. അപ്പോൾ ആ സൈക്കിളിൽ എങ്ങനെയാണ് നമ്മളുടെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ആവശ്യകത വരുന്നതെന്ന് നോക്കാം. In a period of boom, there is need for large amount of working capital due to increase in sales, rise in prices, etc. നിങ്ങൾക്കറിയാം, ബൂം പീരീഡിൽ ഏറ്റവും കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരും. കാരണം അവർക്ക് സെയിൽസ് കൂടുതൽ നടക്കുന്നുണ്ട്, പ്രൈസ് ഉയരുന്നുണ്ട്, പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ റോ മെറ്റീരിയലിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്തു പോകുന്നു. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ടും വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. On the other hand, in times of depression, a firm requires only less amount of working capital due to decline in sales, low prices. ഡിപ്രഷൻ്റെ കേസിൽ, ഡിപ്രഷൻ ഉണ്ടാകുന്ന ഒരു എൻവയോൺമെൻറ്റിൽ, എക്കണോമിയിൽ ഡിപ്രഷൻ ഉണ്ടാകുന്ന സമയത്ത് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞ രീതിയിൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ സെയിൽസ് കുറവാണ്, പ്രൈസ് കുറവാണ്, അവരുടെ ഡിമാൻഡ് കുറയും. അതൊക്കെയാണ് കാരണങ്ങൾ. ഇനി തേർഡ് പോയിന്റ്, പ്രൈസ് ലെവൽ ചേഞ്ചസ്. പ്രൈസ് ലെവൽ ചേഞ്ചസ് എന്ന് വരുമ്പോൾ റോ മെറ്റീരിയലിൻ്റെ പ്രൈസിൽ ചേഞ്ചസ് വരിക. പ്രൈസ് അടിക്കടി ഇങ്ങനെ വരുന്നതിനനുസരിച്ച് നമ്മളുടെ വർക്കിംഗ് ക്യാപിറ്റലിനും എന്തുണ്ടാവും, നമ്മൾ ചേഞ്ചസ് വരുത്തേണ്ടതാണ്.
അതൊന്ന് നോക്കാം നമുക്ക്. ചേഞ്ചസ് ഇൻ ദ പ്രൈസ് ലെവൽ ഓൾസോ അഫക്റ്റ് ദ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്. പ്രൈസ് ലെവലിലുള്ള ചേഞ്ചിനനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിലും നമ്മൾ എഫക്റ്റ് ഉണ്ടാവുന്നതാണ്. ജനറലി വെൻ ദ പ്രൈസസ് റൈസ് ദ ഫേം ഹാസ് ടു മെയിൻറ്റെയിൻ ലാർജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. സാധാരണഗതിയിൽ നമ്മളുടെ കമ്പനിക്ക് വേണ്ട റോ മെറ്റീരിയൽ ആയിക്കോട്ടെ, പ്രോഡക്ട്സ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതിന് പ്രൈസ് കൂടും തോറും വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റും കൂടുതലായി വരും. ദിസ് ഈസ് ബിക്കോസ് മോർ ഫണ്ട്സ് വിൽ ബി റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദ സെയിം ലെവൽ ഓഫ് കറണ്ട് അസറ്റ്സ്. അതേപോലെ തന്നെ നമ്മളുടെ കറണ്ട് അസറ്റ്സ് സെയിം ലെവൽ ഓഫ് കറണ്ട് അസറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഫണ്ടും ആവശ്യമായിട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾക്ക് കൂടുതലായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായി വരുന്നത്. However, the effect of rising prices may be different for different firms. അതുകൊണ്ട് തന്നെ റൈസിങ് പ്രൈസസ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഫേമിന് ഡിഫറെൻ്റ് ആണ്. ചില ഫേമിൻ്റെ റോ മെറ്റീരിയലിന് അധികം പ്രൈസ് ഇല്ലാത്തുണ്ടാവും. എന്നാലും കൂടി പ്രൈസ് റൈസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് കൂടുതലുണ്ടെങ്കിൽ നമ്മൾക്ക് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ആവശ്യം അധികമായി വരില്ല. കാരണം കൂടുതലായിട്ട് ടെക്നോളജി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് വേസ്റ്റേജ് കുറയ്ക്കുന്നു, പ്രൊഡക്ഷൻ കൂട്ടാൻ കഴിയുന്നു, റോ മെറ്റീരിയലിൻ്റെ പ്രോസസ്സിങ്ങിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സമയങ്ങൾ മാനുവലായി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. എന്നാൽ ടെക്നോളജിയിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. അത്രയും കപ്പാസിറ്റിയുള്ള പ്ലാന്റ് ഉണ്ടാവുന്നു, കൂടുതൽ കപ്പാസിറ്റിയുള്ള പ്ലാന്റ് ഉണ്ടാവുന്നു. അപ്പോൾ കൂടുതലായിട്ട് മാൻ പവർ ആവശ്യമായി വരില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് സാലറി കൊടുക്കേണ്ടി വരില്ല. നമ്മളുടെ കുറേ കാര്യങ്ങളിൽ ഗണ്യമായ കുറവ് വരുന്നത് കൊണ്ട് തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലായിട്ട് ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി നിങ്ങൾക്ക് നോക്കാം. ചേഞ്ചസ് ഇൻ ടെക്നോളജി മേ ലീഡ് ടു ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ പ്രോസസ്സിംഗ് റോ മെറ്റീരിയൽസ്, മിനിമൈസിങ് വേസ്റ്റേജ് ആൻഡ് ഗ്രേറ്റർ പ്രൊഡക്ടിവിറ്റി എക്സെട്ര. ഒരു കമ്പനിയിൽ ടെക്നോളജിയിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്. ടെക്നോളജിയിൽ കൂടുതലായിട്ട് അഡീഷണൽ ചേഞ്ചസ് വരുത്തി കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ എൻവയോൺമെൻറ്റിലാണ് അതിൽ വരുന്നത്, ടെക്നോളജിയിൽ ഡെവലപ്പ് വരുന്നത്. അതിനനുസരിച്ച് നമ്മൾ ഓർഗനൈസേഷനിൽ അത് കൊണ്ടുവരികയാണെങ്കിൽ നമ്മളുടെ ഓർഗനൈസേഷനിലെ റോ മെറ്റീരിയൽ പ്രോസസ്സ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുന്നു, വേസ്റ്റേജ് കുറയ്ക്കാൻ കഴിയുന്നു, പ്രൊഡക്ഷൻ കൂട്ടാൻ കഴിയുന്നു. ഓൾ ദീസ് ഇംപ്രൂവ്മെൻറ്റ്സ് മേ എനേബിൾ ദ ഫേം ടു റെഡ്യൂസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻവെൻ്ററി. ഈ ഇമ്പ്രൂവ്മെൻ്റൊക്കെ നമ്മളുടെ കമ്പനിയിലെ ഇൻവെൻ്ററി കുറയ്ക്കാൻ കഴിയുന്നു. ഇൻവെൻ്ററി കുറയ്ക്കുമ്പോൾ നമ്മൾക്ക് എന്തുണ്ടാവുന്നത്, സ്റ്റോറേജ് കപ്പാസിറ്റി കുറയുന്നു. അതേപോലെ തന്നെ ഇൻവെൻ്ററി നമ്മൾക്ക് ആവശ്യ ടൈമിൽ ഒരു കമ്പനിയിൽ കസ്റ്റമേഴ്സിന് നീഡുള്ള സമയത്ത്, ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത്, ഓർഡർ ചെയ്യുന്ന സമയത്ത് ആവശ്യമായ പ്രോഡക്റ്റ് അവർക്ക് എത്തിക്കാൻ, പെട്ടെന്ന് പ്രോസസ്സിങ് നടത്തി അവർക്ക് എത്തിക്കാൻ കഴിയുന്നു. ഇതൊക്കെ ടെക്നോളജിയിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമ്പോഴാണ്. നമുക്ക് കൂടുതലായി ഇൻവെൻ്ററി നമ്മൾ സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് അതിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായി വരുന്നില്ല. ദസ് ചേഞ്ചസ് ഇൻ ടെക്നോളജി അഫക്റ്റ് ദ റിക്വയർമെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അതുകൊണ്ട് തന്നെ ചേഞ്ചസ് ഇൻ ടെക്നോളജി നമ്മളുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഫിഫ്ത്ത് വൺ, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ചേഞ്ച്, അതേപോലെ തന്നെ നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയിലെ ചേഞ്ച്, പലതരത്തിലുള്ള അങ്ങനെ വരുന്ന നമ്മളുടെ എൻവയോൺമെൻ്റൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് നമ്മളുടെ ഓർഗനൈസേഷനിലെ വർക്കിംഗ് ക്യാപിറ്റലിനെ ബാധിക്കാറുണ്ട്. ഏതൊക്കെയാണ്? പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഓഫ് എ കൺട്രി ബ്രിങ്സ് ഇൻ സ്റ്റെബിലിറ്റി ഇൻ മണി മാർക്കറ്റ് ആൻഡ് ട്രേഡ് വേൾഡ്. ഈ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ടെങ്കിൽ, ഒരു രാജ്യത്തിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ട് എങ്കിൽ ആ കമ്പനി ആ രാജ്യത്തിൻ്റെ മണി മാർക്കറ്റിൽ സ്റ്റേബിളായിരിക്കും. ട്രേഡിങ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ട്രേഡിങ് അതൊക്കെ എന്തായിരിക്കും, സ്റ്റേബിളായിരിക്കും. അതേപോലെ തന്നെ ആ രാജ്യത്തിൻ്റെ കൊമേഴ്ഷ്യൽ ട്രേഡും സ്റ്റേബിളായിരിക്കും. റിസ്ക് വെഞ്ചേഴ്സ് ആർ പോസിബിൾ വിത്ത് എൻഹാൻസ്ഡ് നീഡ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ്. റിസ്കി വെഞ്ചേഴ്സ് ആണെങ്കിൽ അവർക്ക് എന്ത് ആവശ്യമുണ്ട്? വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ് കൂടുതലായിട്ട് ആവശ്യമായി വരും.
സിമിലർലി അവൈലബിലിറ്റി ഓഫ് ലോക്കൽ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്, ട്രാൻസ്പോർട്ട്, സ്റ്റോറേജ്, മാർക്കറ്റ് എക്സെട്ര. അതുകൂടാതെ അവരുടെ ലോക്കൽ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസും ട്രാൻസ്പോർട്ട്, സ്റ്റോറേജ്, മാർക്കറ്റും അവർക്ക് ആവശ്യമായി വരും. റിസ്കി വെഞ്ചേഴ്സ് ആകുമ്പോൾ കൂടുതലായിട്ട് അവർക്ക് ഇതൊക്കെ ആവശ്യമുണ്ട്. ഇറ്റ് ഇൻഫ്ലുവൻസസ് ബിസിനസ് ആസ് വെൽ ആസ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇത് അവരുടെ ബിസിനസ്സിനെയും മാത്രമല്ല വർക്കിംഗ് ക്യാപിറ്റലിനെയും ബാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഇവരെ നന്നായി ബാധിക്കും. നിങ്ങൾക്കറിയാം, ഒരു ബന്ധം ഉണ്ടായിക്കഴിഞ്ഞാലും ആ കമ്പനിയുടെ പ്രോഡക്റ്റ് മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. സ്റ്റോറേജ് കപ്പാസിറ്റി ഇല്ല, ഇപ്പോൾ വെയർ ഹൗസിങ് കപ്പാസിറ്റി ഇല്ലെങ്കിൽ ആ കമ്പനിയുടെ പ്രോഡക്റ്റ് മൂവ് ചെയ്യാൻ ആവശ്യ സമയത്ത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ ബുദ്ധിമുട്ടാവും. മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് ഇല്ല, എല്ലാം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? നമ്മളുടെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിന്, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റിയെയും എല്ലാറ്റിനെയും അവർ ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പൊളിറ്റിക്കൽ സ്റ്റേബിൾ അല്ല എങ്കിൽ നമ്മൾ നന്നായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ചെയ്യണം, കൂടുതലായിട്ട് നമ്മൾ കരുതി വെക്കേണ്ടതാണ്. സ്റ്റേബിൾ ആണെങ്കിൽ അത്ര അധികം വേണ്ടി വരില്ല. പിന്നെ സ്ട്രൈക്ക്, മറ്റുള്ള ലോക്കൗട്ട് അങ്ങനത്തെ ഒക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ റോ മെറ്റീരിയൽ കിട്ടാണ്ടിരിക്കുക, ട്രാൻസ്പോർട്ടേഷൻ കുറവായിരിക്കുക. ഇപ്പോൾ ബോംബെയിൽ നിന്നൊക്കെ ഒരു മെറ്റീരിയൽ എത്തണമെന്നുണ്ടെങ്കിൽ ഡേയ്സ് എടുക്കാറുണ്ട്. അത്രയും ഡേയ്സ് നമ്മൾ ചെയ്യണം, പ്രൊഡക്ഷൻ നടത്താണ്ട് ഇരിക്കാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരിക്കണം. അതിനുള്ള റോ മെറ്റീരിയൽ ആ സമയങ്ങളിൽ എത്തണമെങ്കിൽ അതിനെന്ത് വേണം? റോ മെറ്റീരിയൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. നെക്സ്റ്റ്, ടാക്സേഷൻ പോളിസി. എന്താ ടാക്സേഷൻ പോളിസി എന്ന് പറഞ്ഞാൽ? നമ്മൾ ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടാക്സിനെ കുറിച്ച് നമ്മൾ പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ ടാക്സ് കൊടുക്കുന്നത്. ടാക്സ് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ പ്ലാനിങ് നമ്മൾ നടത്താറുണ്ട്. കാരണം adequate provision should be made for taxation in working capital planning. വർക്കിംഗ് ക്യാപിറ്റൽ പ്ലാനിങ്ങിൽ ടാക്സേഷനുള്ള ഒരു പ്രൊവിഷൻ adequate provision നമ്മൾ കൊടുക്കാറുണ്ട്. If the tax liability increases, it will impose an additional strain on working capital. നമ്മൾക്ക് കൂടുതലായിട്ട് ടാക്സ് ലയബിലിറ്റി ഉണ്ട് എങ്കിൽ നമ്മൾക്ക് അതിനനുസരിച്ച് വർക്കിംഗ് ക്യാപിറ്റലും കൂടുതലായിട്ട് കരുതേണ്ടതുണ്ട്. The finance manager must undertake tax planning in order to avail all tax concession and incentives. ഫിനാൻസ് മാനേജർ എന്ന് പറയുന്നത് ടാക്സ് പ്ലാനിങ് നടത്തേണ്ട വ്യക്തിയാണ്. അതിൻ്റെ കൂടെ അയാൾ എന്ത് നോക്കണം? ടാക്സ് കൺസെഷൻ കിട്ടുന്നുണ്ട്, ഇൻസെൻറ്റീവ്സ് കിട്ടാൻ, അതിനുള്ളതൊക്കെ ഉറപ്പുവരുത്തുക, അതിൻ്റെ അവൈലബിലിറ്റി ഉറപ്പുവരുത്തേണ്ടതും അദ്ദേഹത്തിൻ്റെ കടമയാണ്. അതിനു വേണ്ടിയിട്ട് ഇത് ടാക്സ് കൺസെഷനും ഇൻസെൻറ്റീവ്സും കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹം കൃത്യമായി ടാക്സ് പ്ലാനിങ് നടത്തേണ്ടതാണ്. ഫിനാൻസ് മാനേജർ കൃത്യമായി ടാക്സ് പ്ലാനിങ് നടത്തേണ്ടതാണ്. ടാക്സ് പ്ലാനിങ് നടത്തിയിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന് എന്ത് വരും? കൂടുതലായിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ കരുതേണ്ടതാണ്. അതിൽ നിന്നാണ് നമ്മൾ എടുത്തു കൊടുക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ, കോർ കറണ്ട് അസറ്റ്സ് എന്നും പറയും. ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ ഓർ കോർ കറണ്ട് അസറ്റ്സ്. The term hardcore working capital was used for the first time by Taunton Committee in its report 1974. 1974 ടാൻടൺ കമ്മിറ്റിയാണ് ഈ പദം ആദ്യമായിട്ട് യൂസ് ചെയ്തത്. ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ ആദ്യമായി യൂസ് ചെയ്തത് ടാൻടൺ കമ്മിറ്റി. 1 മാർക്കിന് ചോദിക്കാം. ഇതെന്താന്ന് വെച്ചാൽ ആദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. മിനിമം വർക്കിംഗ് ക്യാപിറ്റലാണ്. മിനിമം എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ കറണ്ട് അസറ്റ്സ്. മിനിമം എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ കറണ്ട് അസറ്റ്സ് ആണ്. മിനിമം എമൗണ്ട് ഓഫ് കറണ്ട് അസറ്റ്സ് ആണ്. മിനിമം എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ കറണ്ട് അസറ്റ്സ് എന്നും പറഞ്ഞാൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ കുറഞ്ഞ എമൗണ്ട്, ഒരു മിനിമം എമൗണ്ട് എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം? കറണ്ട് അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അത് ഏതൊക്കെയാണ്? ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ മിനിമം എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, റോ മെറ്റീരിയൽസ്, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, സ്റ്റോർസ് ആൻഡ് സ്പെയർസ്, അക്കൗണ്ട്സ് റിസീവബിൾസ്, ക്യാഷ് ബാലൻസ് വിച്ച് ആൻ ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ഈസ് റിക്വയർഡ് ടു ക്യാരി ഓൺ എ സെർട്ടൻ ലെവൽ ഓഫ് ആക്ടിവിറ്റി. ഒരു കമ്പനിയുടെ സെർട്ടൻ ലെവൽ ഓഫ് ആക്ടിവിറ്റി നടത്തണമെങ്കിൽ, അതായത് ഡേ ടു ഡേ ഓപ്പറേഷൻ നടത്തണമെങ്കിൽ മിനിമം എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കറണ്ട് അസറ്റിൽ
എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം. ഏതൊക്കെ കറണ്ട് അസറ്റിലാണ്? റോ മെറ്റീരിയലും, വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, സ്റ്റോർസ് ആൻഡ് സ്പെയർസ്, അക്കൗണ്ട്സ് റിസീവബിൾസ് ആൻഡ് ക്യാഷ് ബാലൻസ്. It is the irreducible minimum amount of current assets required throughout the year for maintaining the circulation of current assets. ഇതൊരിക്കലും കുറയ്ക്കാൻ പറ്റാതെ, ഈ എമൗണ്ട് ഓഫ് കറണ്ട് അസറ്റ്സ് നമ്മൾ ഒരിക്കലും കുറയ്ക്കാൻ പാടില്ല. ഇറഡ്യൂസിബിൾ മിനിമം എമൗണ്ട് ഓഫ് കറണ്ട് അസറ്റ്സ് റിക്വയർഡ് ത്രൂ ഔട്ട് ദി ഇയർ ഫോർ മെയിൻറ്റെയിനിങ് സർക്കുലേഷൻ ഓഫ് കറണ്ട് അസറ്റ്സ്. നമ്മളുടെ കറണ്ട് അസറ്റ്സ് സർക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ വർഷാവസാനം വരെ ആവശ്യമായിട്ടുള്ള കറണ്ട് അസറ്റാണിത്. മിനിമം എമൗണ്ട് ഓഫ് കറണ്ട് അസറ്റാണ് ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ. അപ്പോൾ ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മിനിമം എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ കറണ്ട് അസറ്റ്സ് വിച്ച് ഈസ് റിക്വയർഡ് ഫോർ ദി സർക്കുലേഷൻ ഓഫ് കറണ്ട് അസറ്റ്സ്. നമ്മളുടെ കറണ്ട് അസറ്റ്സ് സർക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ആവശ്യമായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ ത്രൂ ഔട്ട് ദി ഇയർ എന്താണ്, വർഷാവസാനം വരെ ആവശ്യമാണ്. ദസ് ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ വിച്ച് ഈസ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് നെസസറി ടു സാറ്റിസ്ഫൈസ് ദെയർ ഡിമാൻഡ് അറ്റ് ലോവസ്റ്റ് പോയിന്റ്. എന്താണ്? അതായത് ആ ഒരു കമ്പനിയുടെ കസ്റ്റമേഴ്സ് അവർക്ക് ആവശ്യമായ പ്രോഡക്റ്റുകൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ സമയാസമയങ്ങളിൽ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ പെർമനൻ്റ് ആയിട്ട് ആവശ്യമായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റലാണ് ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് കറണ്ട് അസറ്റ്സ് ദാറ്റ് മസ്റ്റ് ബി കെപ്റ്റ് അറ്റ് ഓൾ ടൈംസ്. ഇത് ആ കമ്പനിയിൽ ഇപ്പോഴും കരുതി വെക്കേണ്ട മിനിമം എമൗണ്ട് ഓഫ് കറണ്ട് അസറ്റാണ് എന്ത്, ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ. ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് നോക്കാം. ഇറ്റ് കീപ്സ് ഓൺ ചേഞ്ചിങ് ഇറ്റ്സ് ഫ്രം വൺ അസറ്റ് ടു അനദർ. ഇത് നമ്മൾ സൂക്ഷിക്കുന്നത് ഓൺ ചേഞ്ചിങ് ഇറ്റ്സ് ഫ്രം വൺ അസറ്റ് ടു അനദർ, ഒരു അസറ്റിൽ നിന്ന് മറ്റൊരു അസറ്റിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ സൂക്ഷിക്കാം. അതിപ്പോൾ ബിൽസ് റിസീവബിളിൽ കുറച്ച് കൂടുതലാണെങ്കിൽ നമുക്ക് ഡെപ്റ്റേഴ്സിൽ കുറച്ചിട്ടോ അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സിൽ കുറച്ച് കൂട്ടിയിട്ട് ബിൽസ് റിസീവബിൾ കുറച്ച് കൂട്ടി, അങ്ങനെയാണല്ലോ വരാറ് അത്. പിന്നെ അതേപോലെ തന്നെ ക്യാഷ് കുറച്ച് ബിൽസ് റിസീവബിളും ഡെപ്റ്റേഴ്സും മാറ്റി വെച്ചിട്ട് ഇനി ഇൻവെൻറ്ററിയിൽ കുറച്ച് കൂട്ടി വെച്ചിട്ടോ അല്ലെങ്കിൽ ക്യാഷിൽ കുറച്ച് വെച്ചിട്ടോ വെക്കാം, അല്ലെങ്കിൽ ക്യാഷിൽ കൂട്ടി വെച്ചിട്ട് ഇൻവെൻറ്ററി കുറച്ച് വെച്ചിട്ട് അങ്ങനെയൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് വെക്കാം. It cannot be substantially reduced as long as the firm is a going concern. നമ്മൾ ഫേം കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത് കൊണ്ട്, ഗോയിങ് കൺസേൺ ആയതുകൊണ്ട് തന്നെ ഇത് ലോങ് ആയിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. ഇത് വർക്കിംഗ് ക്യാപിറ്റൽ, ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ ഒരിക്കലും റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, ഇറെഡ്യൂസിബിൾ ആണ്, കുറയ്ക്കാൻ പറ്റില്ല എന്നുള്ളത് നമ്മൾ പറയുകയാണ്. ലോങ് ആസ് ദ ഫേം ഈസ് ഗോയിങ് കൺസേൺ. ഈ കമ്പനി എന്ന് പറയുന്നത് ഗോയിങ് കൺസേൺ ആണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ളതാണ്, എപ്പോഴും നിലനിൽക്കും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് ലോങ് ടേമിൽ അത് റെഡ്യൂസ് ചെയ്യാതെ നിർത്തണം എന്ന് പറയുന്നത്. വിത്ത് ദ ഗ്രോത്ത് ഓഫ് ദി ബിസിനസ് ദ സൈസ് ഓഫ് ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ ഓൾസോ ഗ്രോസ്. അതേപോലെ തന്നെ ബിസിനസ് ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റലും ഗ്രോ ചെയ്യാറുണ്ട്. The amount of hardcore working capital is determined by taking into consideration by sales or production policies, technology, financial policies of the firm, etc. ഒരു കമ്പനിയുടെ ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ ഡിറ്റർമിൻ ചെയ്യുന്നത് ആ കമ്പനിയുടെ സെയിൽസ് നോക്കിയിട്ട്, അതേപോലെ ആ കമ്പനിയുടെ പ്രൊഡക്ഷൻ പോളിസീസ് നോക്കിയിട്ട്, അതേപോലെ തന്നെ ആ കമ്പനിയുടെ ടെക്നോളജീസിലുള്ള ഡിഫറൻസ് നോക്കിയിട്ട്, ഫിനാൻഷ്യൽ പോളിസീസ് നോക്കിയിട്ട്, ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ പോളിസീസൊക്കെ നോക്കിയിട്ടാണ് ഹാർഡ് കോർ വർക്കിംഗ് ക്യാപിറ്റൽ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. എന്തൊക്കെയാണ്? External factors determining working capital, then characteristics of hardcore working capital. അതിൽ internal working capital of internal factors of working capital requirements നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ ഇതിൻ്റെ കൂടെ നോക്കുക. Thank you for watching this video.